വറഹ്മത്തുള്ള. ഞങ്ങളിപ്പോൾ ഉള്ളത് ബഗ്ദാദിലെ ബഹുമാന അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ മഖ്ബറയുടെ ആ പള്ളി മഖ്ബറയുടെ മുമ്പാണ്. അപ്പോൾ ബാക്കി ഇൻഷാ അല്ലാഹ് വീഡിയോ കണ്ടുവരാം. അപ്പോൾ ഈ കാണുന്നതാണ് അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ പള്ളിയുടെ ആ പുറത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഞങ്ങളിപ്പോൾ മഖ്ബറയുടെ ആ ഭാഗത്തെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്, വെറും കല്ല് മാത്രമാണ്, പെയിൻറ്റ് കൊടുത്തതല്ല. അപ്പോൾ നേരെ ഇത് കടന്ന് നേരെ മഖ്ബറയുടെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കല്ലിൻ്റെ അതേ രൂപമാണ് മുകളിലും ഉള്ളത്. അതേപോലെ നല്ല രീതിയിലാണ് ഇവിടുത്തെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത്. ഏതായാലും ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ ആ ഒരു മഖ്ബറ. ഈ ചുവപ്പ് കിട്ടതില്ലേ, ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു മഖ്ബറ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ബഗ്ദാദിൽ അല്ലെങ്കിൽ ഇറാഖിൽ ഏത് മഖ്ബറ ചെന്നാലും ഇങ്ങനെയുള്ള ഒരു രൂപത്തിലായിരുന്നു, ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കും എല്ലാ മഖ്ബറ ഞങ്ങൾക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഇവിടുത്തേതാണ് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ കല്ലുകൊണ്ട് നിർമ്മിച്ച ആ ഒരു രൂപം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഇതാണെങ്കിലും മഖ്ബറയാണെങ്കിൽ നല്ല രീതിയിൽ അവർ കാണാവുന്ന നല്ല രീതിയിലാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു മഖ്ബറ. ഈ ഒരു ചെറിയ ജനലിലൂടെ ഞങ്ങൾക്ക് മഖ്ബറയുടെ ശരിക്കും ഉള്ളിലുള്ള ആ ഒരു ഭാഗം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു ചെയ്യുന്നത് ഞങ്ങൾക്ക് 4 മദ്ഹബ് 4 ഇമാമികളാണ്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക് 4 മദ്ഹബാണ്. ഹംബലി ഇമാം അതിൽ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ താബിയാണ്. താബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളും ആ സ്വഹാബിൽപ്പെട്ട ഒരു സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കണ്ട ഒരു ആളും കൂടിയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതായത് കൂഫയിലാണ് ജനിച്ചത്, ഇറാഖിലെ കൂഫയിലാണ് ജനിച്ചത്. പിന്നീട് ഏറ്റവും വലിയ പണ്ഡിതനായി ഇതുപോലെ ഒരുപാട് കിതാബുകളും ഹദീസും പഠിച്ച് ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഒരു വഫാത്താണ് ഉദാഹരണം പറയാനുള്ളത്. അതായത് വഫാത്ത് അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി ബഹുമാനപ്പെട്ടവർ കാദിയാറായി എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് ഒറ്റ കാദിയാറാവുന്നത്. അപ്പോൾ കാദിയാറാവെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതായത് ഒരു അനീതിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഖാലിസ്ഥാൻ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞത്. ആ സന്ദർഭത്തിൽ ഖാദിയാറോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനെന്താണ് ഖാലിസ്ഥാനം ഏറ്റെടുക്കുക. കാരണം ഖാലിസ്ഥാനം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അവരുടെ ആ അനീതിക്ക് ഒത്തു നിൽക്കേണ്ടി വരും. ആ കാരണത്തിൽ യോഗ്യനായ ആൾ ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ടവർ എന്താക്കിയത്, അതിൽ നിന്ന് മാറി നിന്നത്. ആ സന്ദർഭത്തിൽ മാറി നിന്ന സന്ദർഭത്തിൽ ഈ അധികാരം ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം കൊണ്ടിട്ട് ബഹുമാനപ്പെട്ടവർ ജയിലിലടക്കുകയായിരുന്നു. ജയിലിലടച്ചതിന് ശേഷം അപ്പോൾ എന്താക്കി ഒരുപാട് ശിഷ്യന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉസ്താദിനെ കൊണ്ട് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ജയിലിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ അവസാന കാലഘട്ടത്തിൽ എന്താക്കിയത് ക്ലാസ് എടുക്കുക. ജയിലിൻ്റെ പുറത്ത് ശിഷ്യന്മാരും ഉള്ളിൽ ബഹുമാനപ്പെട്ടവർ ഇരുന്നുകൊണ്ടിട്ടാണ് എന്താക്കിയത് ക്ലാസ് എടുത്തു കൊടുത്തത്. അങ്ങനെ അവസാനം ഇത് ഞങ്ങൾക്കൊരു ഭാരമാകുമെന്ന് കരുതിയ ഭരണാധികാരികൾ എന്താക്കി ബഹുമാനപ്പെട്ടവർക്ക് ഭക്ഷണത്തിൽ എന്താക്കി വിഷം കൊടുത്തു. ഭക്ഷണം കൊടുക്കില്ല, ആ ഭക്ഷണത്തിൽ വിഷം കൊടുത്തു. അങ്ങനെ വിഷം കൊടുത്തതിൻ്റെ ശേഷം വിഷം ചെന്നതിൻ്റെ ഉടൻ തന്നെ മനസ്സിലായി എന്നിലേക്ക് എന്നുള്ള വിഷം ചെന്നിട്ടുണ്ട് എന്ന് മനസ്സിലായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് എന്താക്കി നമസ്കാരത്തിൽ ഒഴിഞ്ഞു. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അങ്ങനെ നല്ലോണം വിഷം ഉള്ളിലേക്ക് ചെന്നില്ല. അങ്ങനെ നിസ്കരിച്ചിട്ട് സുജൂദിലെത്തിയ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ടവർ എന്താക്കുന്നത് ഈ ലോകത്തോടു കൂടി ഇവിടെ പറയുന്നത്. അപ്പോൾ നിസ്കാരത്തിലാണ് ബഹുമാനപ്പെട്ടവർ എന്തായത് വഫാത്തായി പോയത്. അതുമാത്രമല്ല മരണപ്പെടുന്ന സമയത്ത് വസിയത്തും കൂടി ചെയ്തു. അതായത് ഇവിടുത്തെ ഭരണാധികാരികൾ പിടിച്ചെടുത്ത സ്ഥലത്ത് കൂടി എന്താക്കണം, അത് ചെയ്യരുത്. അപ്പോൾ അതല്ലാത്ത സ്ഥലത്തായിരിക്കണം, അതായത്
അതായത് എല്ലാവർക്കും അർഹതപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കണം, അല്ലാതെ പിടിച്ചെടുത്ത ഭരണാധികൾ പിടിച്ചെടുത്ത സ്ഥലത്തിൻ്റെ മരമാടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഈ സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ടവർ എന്താക്കി മരമാടി. അതായത് 4 ഇമാമികൾ, അതായത് 4 മതങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവും കൂടിയാണ്, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ആളാണ് അബൂ ഹനീഫ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഈ ഒരു കെട്ടിടമാണ്, അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇത് കാണുന്നത്, ഇത് പൈൻറ്റ് കൊടുത്തതല്ല, ഇത് അദ്ദേഹത്തെ ചിത്രം കൊണ്ട് കൈകൊണ്ട് ചെയ്തതല്ല, ഇത് കല്ല് കൊണ്ട് ചെയ്തതാണ്. കല്ല് ചെത്തിയിട്ട് കൊത്തിയിട്ടെടുക്കുന്നില്ല, ആ രീതിയിലാണ് ഈ ഓരോ ഡിസൈൻ ഉള്ളത്. ഇത് പ്രത്യേകമുള്ള ഡിസൈൻ രൂപത്തിലാണ് ഉള്ളത്. അപ്പോൾ അത്രത്തോളം പ്രത്യേകതയുള്ള ഒരു മഹാനും കൂടിയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഈ സ്ഥലത്ത് മരമാട് ചെയ്തതുകൊണ്ട് പിന്നീട് ബഹുമാനപ്പെട്ടവർ കൊണ്ടിട്ടാണ് ഈ സ്ഥലം എന്തായത് അറിയപ്പെട്ടത്. ഈ കാണുന്നത് കഅബയുടെ കിസ്വയാണ്. 1950 ഇവിടത്തേക്ക് എത്തിയതാണ്. ആ ഒരു കിസ്വയാണ് ഇവിടെ ഞങ്ങൾക്ക് എന്താണ് കാണുന്നത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് അസ്സലാമു അലൈക്കും. هذا 1950 ميلادي وهذا 1960 ميلادي ما شاء الله. നേരെ കാണുന്നത് 1950 കിട്ടിയതും, അതേപോലെ ഈ ഭാഗത്ത് വന്നാൽ 1960 കിട്ടിയ കിസ്വയാണ് ഈ കാണുന്നത്. അതേപോലെ പള്ളീൻ്റെ ഉള്ളിലൊരു കിസ്വയുടെ ഒരു ഭാഗം കൂടി ഞങ്ങൾക്ക് എന്താ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ പള്ളീൻ്റെ ഒരു കാഴ്ച. നേരത്തെ കാണിച്ചത് ഈ പോലത്തെ ഡിസൈനാണ് ഇവിടെ ഉള്ളത്. കണ്ടല്ലേ, കല്ലുകൊണ്ട് ഡയറക്റ്റ് കെട്ടിയതാണ്. മാഷാ അല്ലാഹ്. ഇതാണ് ഇവിടുത്തെ പള്ളി. ഇതാണ് ഇവിടുത്തെ പള്ളീൻ്റെ ഒരു കാഴ്ച. പള്ളിൻ്റെ മൈന് ഇതാണ്, മൈനോട്ട് മറ്റേ മാഷാ അല്ലാഹ് ഇതാണ് പള്ളിയിലത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്. ഈ സ്ഥലം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ആൾക്ക്, അതായത് ഖുർആൻ ഓതാൻ വേണ്ട കാരികൾക്ക് വേണ്ടിയുള്ള സ്ഥലമാണിത്. നേരത്തെ പറഞ്ഞ പോലെ കല്ലുകൊണ്ട് കെട്ടിയതിൻ്റെ ഒരു ഇത് ഉണ്ടല്ലേ. മാഷാ അല്ലാഹ്. മുകളിലത്തെ ഡോമിൻ്റെ അതേ വലുപ്പത്തിലാണ് ഈ ഒരു കാർപ്പറ്റിൻ്റെ ഇതുള്ളത്. അതുപോലെ ഈ പള്ളിയിലത്തെ മെമ്പറാണ്. മാഷാ അല്ലാഹ്, ഭയങ്കര രസം. മെമ്പർ ഉണ്ടല്ലേ. മെമ്പറിൻ്റെ ഭയങ്കര ഒരു വലുപ്പം. ഇത് നിസ്കരിക്കുന്നുണ്ട് മെഹ്റാബ്. അത് ഇതും കഅബൻ്റെ ആണെന്ന് തോന്നുന്നു. മാഷാ അല്ലാഹ്. പള്ളീൻ്റെ ഒരു രൂപമാണ് പറയുന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇവിടുത്തെ പള്ളീൻ്റെ ഒരു രൂപം. ഇത് നേരത്തെ പറഞ്ഞത് ഡിസൈൻ്റെ കാര്യമുണ്ടല്ലോ, നമ്മുടെ ഡിസൈൻ. മാഷാ അല്ലാഹ്. അതായത് പൈൻറ്റല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് പൈൻറ്റല്ല, കല്ല് കൊത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കണ്ടില്ലേ, കല്ല് കൊത്തിയിട്ടാണ് സംഭവം. ഭയങ്കര അത്ഭുതമല്ല. മാഷാ അല്ലാഹ്. പള്ളിൻ്റെ തൂണ് കണ്ടല്ലോ, തൂണിൻ്റെ കുഴപ്പം.
ഇവിടുത്തെ ക്ലോക്ക് ടവർ. ഇതാണ് പള്ളിയുടെ പുറം ഭാഗം എന്ന് പറയുന്നത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ഇത് അത്രയാണ് കല്ല് കൊണ്ടിട്ട് തന്നെ. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസിൻ്റെ അവർ ഭാഗം. അതേപോലെ ക്ലോക്ക് ടവർ. അതേപോലെ ഇവിടെ ഇമാമുൽ ആദമിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു താരീഖ് കാര്യം ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ അടുത്തത് പുതിയൊരു ചരിത്രമായിട്ട് വരുന്നെടുക്കും. അസ്സലാമു അലൈക്കും.